കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് കൂടി ചേരുന്നു. വർഷ, ഗുഡ് മോർണിംഗ്. ഈ കാറ്ററിംഗ് മേഖലക്കാരും ഈ കൂട്ടത്തിൽ കഷ്ടപ്പെടുന്നവരിൽ പ്രധാനികളാണ്. ഇപ്പോൾ തന്നെ അവരുടെ പലരുടെയും കച്ചവടം പൂട്ടിപ്പോകുന്ന സാഹചര്യമുണ്ട്. എന്താണ് നിലവിൽ ഇന്ധന വില വർധനയോട് വന്നാലുണ്ടാവുന്ന സാഹചര്യം? വർഷ. ആഷ്മി പ്രവിത, ആഷ്മി സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇന്ധനവിലയും അതേപോലെ തന്നെ പാചകവാതക വില വർധനയുമെല്ലാം ഒരുപോലെ ബാധിക്കുന്ന ഒരു മേഖലയാണ് ഈ കാറ്ററിംഗ് മേഖല എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 1.5 മാസമായി ഈ കാറ്ററിംഗ് മേഖല വളരെ വലിയ ദുരിതത്തിലൂടെയാണ് അല്ലെങ്കിൽ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം പാചകവാതക പ്രതിസന്ധി വന്നിരുന്നു, കിട്ടാനില്ലായിരുന്നു. പിന്നീട് വാണിജ്യ പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചതും ഇവർക്ക് വലിയ തിരിച്ചടിയായി. അങ്ങനെ ആകെ മൊത്തം വലിയൊരു പ്രതിസന്ധിയിൽ കൂടെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ കാറ്ററിംഗ് മേഖല കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോട്ടലുകളെ അപേക്ഷിച്ച് കാറ്ററിംഗ് മേഖലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹോട്ടലുകൾ ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് കരുതിയാൽ അങ്ങനെ ചെയ്യാൻ കഴിയും. പക്ഷേ ഈ കാറ്ററിംഗ് മേഖല അങ്ങനെയല്ല. ഇവർ മുൻപേ എടുക്കുന്ന ഓർഡറുകളാണ്, മാസങ്ങൾക്ക് മുമ്പേ എടുക്കുന്ന ഓർഡറുകളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അത് മാറ്റി പറയുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നത് ഇവരെ സംബന്ധിച്ച് വലിയ പ്രയാസം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാറ്ററിംഗ് മേഖലയിലെ ആളുകൾ അല്ലെങ്കിൽ ഈ ഉടമകളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഉള്ളത് തൊണ്ടയാട് റാണി ഫുഡ്സിലാണ്. അതിന്റെ ഉടമയായിട്ടുള്ള രതീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, വലിയ പ്രതിസന്ധിയാണ്, എങ്ങനെയാണ് തരണം ചെയ്തു പോകുന്നത്? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ അസോസിയേഷൻ്റെ ജനറൽ ബോഡി ഇന്ന് വൈകുന്നേരം ടൗണിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ എന്ത് തീരുമാനിക്കണം എന്നുള്ളത് അതിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിലവർദ്ധനവിന്റെ കാര്യത്തിലാണോ? വിലവർദ്ധന കാര്യത്തിൽ അതിൽ നമ്മളൊരു അഭിപ്രായം എന്താ വെച്ചാൽ സർക്കാരിൽ നിർബന്ധമായിട്ടും ഇടപെടണം. സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പണി ഈ മേഖല തകരാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ഇതിൽ ഇടപെടണം. സർക്കാർ സബ്സിഡി തന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പഴയ രീതിയിൽ നമുക്ക് ഈ കാറ്ററിംഗ് മേഖല കൊണ്ടുനടക്കാനുള്ള പ്രയാസം ഇല്ലാതാവുള്ളൂ. ആദ്യം പാചകവാതക പ്രതിസന്ധി കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു, പിന്നീട് ഇപ്പോൾ വില വർധനവ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം തള്ളി നീക്കുന്നത് ഓരോ ദിവസവും? ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ വർക്ക് എടുക്കുന്നത് കുറവാണ്. വരുന്ന വർക്ക് തന്നെ നമ്മൾ പിന്നെ ഈ വെജിറ്റബിൾ മീൽസ്, നമ്മൾ സദ്യ, ഇതൊന്നും ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നില്ല. ഇതിന് ഗ്യാസ് നിർബന്ധമാണ്. അത് അടുപ്പിൽ ഫുള്ള് പണി തീരില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് ഇപ്പോൾ വില കൂടുതലുള്ളത് കൊണ്ട് കിട്ടും. പിന്നെ ഇപ്പോൾ കുറേശ്ശെ വരുന്നുണ്ട്. വളരെ 3-4 സിലിണ്ടറൊക്കെ അവിടെ ഒരു ദിവസം വേണ്ടടുത്ത് പോയി ഒരു സിലിണ്ടർ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. വിറകടുപ്പ് കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന വലിയ ചോറിനൊക്കെ വെക്കുന്ന അടുപ്പ്, പിന്നെ അതിൻ്റെ കൂടെ ചെറിയ 2 അടുപ്പ് വേറെ ഇപ്പോൾ ചെയ്ത. പക്ഷെ അതിലൊന്നും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഒരു 1000 ആക്കുള്ള സാധനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം, അതുപോലെ തന്നെ ഗ്യാസ് ഇല്ലാതെ അത്തരം സംവിധാനങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വരുന്ന ഈ സദ്യൻ്റെ, പ്രത്യേകിച്ച് സദ്യൻ്റെ ബിരിയാണിയൊക്കെ എന്താ വെച്ചാൽ നമുക്ക് അടുപ്പിൽ മസാലയൊക്കെ അടിച്ച് റൈസൊക്കെ അടിക്കാനൊക്കെ പറ്റും. പക്ഷേ സദ്യൻ്റെ പണി നമുക്ക് വളരെ അതാണ്. മുൻപ് കേറ്ററിംഗ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾ, അതായത് കല്യാണത്തിനൊക്കെ മുൻപേ ബുക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. കാരണം ഇത്ര വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ മുൻപേ സദ്യ ബുക്ക് ചെയ്യുക. അതിപ്പം വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് അത് വലിയൊരു പ്രതിസന്ധിയാണ്. അതേസമയം തന്നെ ഈ വിവാഹ പാർട്ടികളെ സംബന്ധിച്ചത് അതിലും വലിയ പ്രതിസന്ധിയാണ്, വൻ പ്രശ്നമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.